കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്ന് തന്നിൽ വിശ്വസിച്ച മക്കളെ തന്നോടൊപ്പം ചേർക്കുന്ന ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പിന്നെ കർത്താവിൻ്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ, അവൻ വരാനൊന്നും പോകുന്നില്ല, ചുമ്മാ പറയുക എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ചിലർ താമസമെന്ന് വിചാരിച്ചു. ഇത്രയും നാളും വന്നില്ലല്ലോ, അങ്ങനെ പെട്ടെന്നൊന്നും വരികയില്ല. നമ്മൾ 2 പത്രോസ് 3-ാം അധ്യായത്തിലാണ്. ചിലർ പറഞ്ഞു അവൻ വരാനേ പോകുന്നില്ല, ചുമ്മാ പറയുക. ചിലർ വിശ്വാസികൾ പറയുന്നു ഇത്രയും നാളും വന്നില്ലല്ലോ, പെട്ടെന്നൊന്നും വരത്തില്ല. യജമാനൻ്റെ വരവ് താമസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ദാസൻ തന്നിഷ്ടക്കാരനായി പോയ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെയാകാതെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തരായി, ദൈവവേലയിൽ വിശ്വസ്തരായി. നമ്മുടെ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഓട്ടവും കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, നമുക്ക് ചില ഭൗതിക ദൗത്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ രാജ്യത്തോടെ ചില ഭൗതിക ദൗത്യങ്ങളുണ്ട്. അപ്പനും അമ്മയ്ക്കും എല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഈ ലോകത്ത് ചെയ്തു തീർക്കാൻ ഒരു ശുശ്രൂഷയുണ്ട്. മറ്റുള്ളവരെ കർത്താവിലേക്ക് നടത്തുക, ഇങ്ങനെയുള്ള ശുശ്രൂഷയുണ്ട്. അപ്പം അത് രണ്ടും, ഈ ദൗത്യങ്ങൾ തീർക്കുക മാത്രമല്ല, ഇതിനിടയിൽ ദൈവദാസന്മാർ മറ്റുള്ളവരെ രക്ഷയിലേക്ക് നടത്തുമ്പോൾ സ്വന്തം ഓട്ടം നമ്മൾ ഓടിത്തികയ്ക്കണം. ഒത്തിരി പേരെ രക്ഷിച്ചാൽ പോരാ, നമ്മൾ ഒറ്റയ്ക്കാണ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്. പണ്ടാരോ ഇതിനൊരു ഉദാഹരണം പറഞ്ഞു. വലിയ ടാങ്കർ ലോറി കാണാറില്ലേ, അനേക വാഹനങ്ങൾക്ക് പെട്രോൾ അല്ലെങ്കിൽ ഇന്ധനവുമായിട്ടാണ് ഈ ടാങ്കർ ലോറി പോകുന്നത്. ഇതുപോലെ നമ്മളൊക്കെ, ഞങ്ങളെപ്പോലുള്ള ശുശ്രൂഷകർ ഒത്തിരി പേർക്കുള്ള ഇന്ധനവുമായിട്ടാണ് പോകുന്നത്. പക്ഷേ ആ വലിയ ടാങ്കിൽ ഇന്ധനമുണ്ടെങ്കിൽ ഈ വാഹനം ഓടുകയില്ല. ആ ടാങ്കർ ട്രക്കിൻ്റെ താഴെ ഒരു ചെറിയ ടാങ്കുണ്ട്, അതിനകത്ത് ഇന്ധനമുണ്ടെങ്കിൽ ആ വാഹനം ഓടുകയുള്ളൂ. ഇതുപോലെ നമ്മളുടെ വ്യക്തിപരമായ ഓട്ടത്തിനും അനേകരെ കർത്താവിൽ നടത്തുവാനും നമുക്കൊരുങ്ങാം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. തുടർന്ന് ആ വചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗം ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും ആ ദിവസം, ഡേ ഓഫ് ദ ലോർഡ്, നിങ്ങൾക്കൊരു കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു. അപ്പോൾ ആ ദിവസം ഇവിടുന്ന് പൊങ്ങാൻ, ഇവിടെ ഒന്നിലും കുടുങ്ങിക്കിടക്കരുത്. കഴുത്ത് പറഞ്ഞേ, കുടുങ്ങിക്കിടക്കരുത്. മദ്യപാനത്താലും പിന്നെ ഉപജീവന ചിന്തകൾ. ആർക്കെങ്കിലും കർത്താവിൽ വന്നിട്ടും മദ്യപാനമോ ഇങ്ങനെ എന്തെങ്കിലും പിടികൾ വീണ്ടും കിടപ്പുണ്ടെങ്കിൽ അതിലൊന്നും കുടുക്കി നമ്മളെ മുകളിലോട്ട് പൊങ്ങുമ്പോൾ കുടുങ്ങുന്ന ഒന്നും വേണ്ട. ഒന്ന് ഫ്രീ ആയി, അതൊക്കെ ആരാധനയിൽ തന്നെ ആ ഫ്രീഡം ഒന്നുണ്ടാകട്ടെ.
ആ കൈയടിച്ച് ആരാധിക്കുമ്പോൾ തന്നെ മുകളിലോട്ടൊരു ചെറിയ ഒരു അട്രാക്ഷനൊക്കെ ഒന്ന് വരട്ടെ, ഉള്ളിലൊരു ഫ്രീഡം ഉണ്ടാകട്ടെ. ആരും നമ്മുടെ മനസ്സിൽ ഒരു ബ്ലോക്കായിട്ടിരിക്കാതിരിക്കട്ടെ. ഭാരം, ഞാൻ നിങ്ങളോട് പറഞ്ഞ 2 കാര്യത്തിനാണ് ഭാരം എന്ന് പറയുന്നത്. ഒന്ന്, എൻ്റെ ജീവിത വിഷയങ്ങളെക്കുറിച്ചുള്ള ഭാരം. 2, എന്നോട് ദോഷം ചെയ്തവരോടുള്ള ഭാരം. ഇത് രണ്ടും വിട്ടേക്കുക. 1-2 പേരോട് പറ, നമുക്ക് വിസ വരെ വന്ന് കിടക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഐ ആം എൻ ഇന്ത്യൻ സിറ്റിസൺ. ഞാനതിൽ അഭിമാനിക്കുന്നു. ഇന്ന് ഞാൻ ഈ എൻ്റെ രാജ്യത്തെ സേവിക്കും. ഒരിക്കലും രാജ്യത്തിനെതിരായ ഒറ്റ വാക്കും പറയത്തില്ലെന്ന് മാത്രമല്ല, അതിർത്തിയിലാണ്ട് കഷ്ടപ്പെടുന്ന ഭടന്മാർ എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. എൻ്റെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ എൻ്റെ പ്രാർത്ഥനാ വിഷയമായിരിക്കും. ഈ രാജ്യത്തെ സേവിക്കാനും കൂടെ എന്നെ കർത്താവ് ഇന്ത്യയിലാക്കി വെച്ച്, അപ്പോൾ തന്നെ സ്വർഗീയ പൗരത്വം എനിക്കുണ്ട്. ഞാനൊരു അംബാസഡർ കൂടിയാണ്. ആ രാജ്യത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്ന അംബാസഡറാണ് ഞാൻ. ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ലോകത്തോട് പറയുവാൻ എന്നെ സ്ഥാനാപതിയാക്കിയിരിക്കുക. ദൈവത്തിൻ്റെ മക്കളെ, നമുക്കതിനായി ഒരുങ്ങാം. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായർ 12 ആദ്യവാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, സകല ഭാരവും നമ്മളെ മുറുകെ പിടിക്കുന്ന പാപവും വിട്ട്. 1-2 പേർ പറഞ്ഞാൽ നിങ്ങൾക്ക് വിടാൻ പറ്റും. വെരി ഈസി, ബൈ ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അല്ലെങ്കിൽ പിന്നെ വിട്ടെന്ന് പറയുമോ? ചുമ്മാ വിടാവുന്നേ. ഉദ്ദേശിക്കുന്ന കട്ടിയൊന്നും ഇല്ലെന്നേ. യേശുവിൻ്റെ നാമത്തിൽ പോകാൻ പറഞ്ഞാൽ മതി. ഞാനിതൊന്നും പിടിക്കത്തില്ല. എനിക്ക് ഒരു ദേശമുണ്ട്. ഹല്ലേലൂയ. ഞാനങ്ങനെ ചിരിച്ച് തുള്ളിച്ചാടിപ്പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുമ്പോൾ എനിക്കിവിടെ വേണ്ടതൊക്കെ ദൂതന്മാരും ഒക്കെ ഇങ്ങനെ ഒരുക്കി ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകുമ്പോൾ ക്ഷീണമൊന്നും ഞാൻ അറിയത്തില്ല. ഒരു വാക്യം കൂടെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. നാം ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ we are the children of God. ലോകത്തിൽ ഒത്തിരി ജനതകളുണ്ട്, പക്ഷെ അവരുടെ മധ്യത്തിൽ ഒരു പ്രത്യേക ജനം ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവരുടെ പേരാണ് ദൈവ മക്കൾ. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പിള്ളേര്. ഇന്നാള് നിങ്ങളോട് പറഞ്ഞല്ലോ, പുലിയുടെ കുഞ്ഞുങ്ങൾ ആരാണ്? പുലിക്കുഞ്ഞുങ്ങളാണ്. സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ ആരാണ്? അങ്ങനെയാണ് ദൈവത്തിനുണ്ടായ മക്കൾ, ദൈവത്തിൻ്റെ ബീജമായ ക്രിസ്തുവിൽ നിന്ന് പിറന്ന മക്കൾ. അവരാരാണ്? യെസ്, ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നു. കൈ കൊടുത്ത് പറ, ആ വീട്ടിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് പറയാം, അങ്ങനെ തന്നെ നാം ആകുന്നു. താഴ്ത്ത് വായിച്ച്, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മയും അറിയുന്നില്ല. നമ്മൾ യേശുവിനെ അന്ന് വന്നപ്പോൾ ദൈവപുത്രനാന്ന് അവർ അംഗീകരിച്ചു. അതുപോലെ തന്നെ നമ്മളും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. പക്ഷെ നമുക്ക് പിടികിട്ടണം. നമുക്കും പിടികിട്ടാത്ത ഇപ്പം പ്രോബ്ലം. നമ്മളിപ്പോഴും ചിന്തിക്കും നമ്മുടെ പഴയ മനുഷ്യനില്ല. എന്നെ വല്ലതും ചെയ്തോണ്ടല്ലോ, ഞാൻ ആരാന്നറിയാമോ? ആരാന്താ ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് പറ. കൈ കൊടുത്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, നീ ആരാ? എൻ്റെ തനി രൂപം. ഈ ബൈബിള് ഞാൻ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഇതങ്ങോട്ട് താട്ട് വച്ചാൽ ഞാൻ ആരാന്നറിയോ? അടുത്തിരിക്കുന്ന പിന്നെ സ്നാനക്കുളത്തിൽ അടക്കിയെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. ഹല്ലേലൂയ. അതെല്ലാം നമ്മൾ അടക്കി ഒരു പുതു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അതാണ് കർത്താവിൽ നമ്മൾ നടക്കുന്ന പുതു മനുഷ്യന് ചേർന്ന് ആ പുതു മനുഷ്യനായപ്പോൾ പുതു മനുഷ്യനിൽ ചിന്തിക്കണം. എന്ത് ചെയ്യണം? അതാണ് ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവൻ. അപ്പൊ ഇതേ വ്യക്തിത്വത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് 2 രീതിയിലും ഞാനൊരു പരാജയമാണ്, ഞങ്ങളുടെ വീട്ടിലെ ഒക്കെ പ്രശ്നമാകട്ടോ, അത് ഞാൻ പഴയ മനുഷ്യനെ ചിന്തിക്കുകയാണ്. പക്ഷെ എൻ്റെ പുതു മനുഷ്യനിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും എനിക്ക് ജയം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. ഞാൻ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് പോകുക. ഞാൻ ഈ ലോകക്കാരനല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണ്. എന്നെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒന്നിനും എന്നെ തൊടാനൊക്കില്ല. എൻ്റെ പാരമ്പര്യത്തിനോ പിതാക്കന്മാരുടെ അകൃത്യത്തിനോ ഞാൻ ചെയ്ത തെറ്റുകൾക്കോ ഒന്നും എന്നെ തൊടാനൊക്കത്തില്ല. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
അപ്പൊ ആ പുതു മനുഷ്യനിൽ ചിന്തിക്കണം. ഉറക്കെ പറ. നമ്മുടെ പ്രോബ്ലം ഇപ്പൊ എന്നാ വെച്ചാൽ നമ്മുടെ അകത്ത് ഇപ്പൊ 2 പേരുണ്ട്. ഒന്ന് പഴയ മനുഷ്യനും, നമ്മൾ ഡെയിലി പഴയ മനുഷ്യനെ കൊല്ലണം. പുതുമനുഷ്യനെ എന്ത് ചെയ്യണം? പുതുമനുഷ്യനിൽ ചിന്തിക്കണം. പുതുമനുഷ്യനിൽ വർത്താനം പറയണം. കൈകൊടുത്ത് പറഞ്ഞ പുതുമനുഷ്യനിൽ വർത്താനം പറയണം. ഞാൻ പലപ്പോഴും നിങ്ങളോട് ആ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പാസ്സായി പിറ്റേ വർഷം അധ്യാപകനായാൽ, ആൾ അധ്യാപകനായെങ്കിലും മനസ്സ് അധ്യാപകനാകില്ല. ഇവിടെ ഒരു കോളേജ് അധ്യാപിക ഇരിപ്പുണ്ട്, ശരിയല്ല ഞാൻ പറഞ്ഞു. ആ MSc കഴിഞ്ഞ് ആദ്യം അങ്ങോട്ട് കയറിയപ്പം പിന്നെയും ആ ടീച്ചേഴ്സ് കസേര പോയി ഇരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊങ്ങിപ്പോവും. പിന്നെ ഓർക്കുന്ന പഴയ പോലെ പറഞ്ഞു ടീച്ചറായല്ലോ അല്ലേ. ഇതാണ് നമ്മുടെയും പ്രോബ്ലം. കാൺമീൻ ദൈവ മക്കളാണ്, ഓരോ യേശുമാരാക്കി ഇവിടെ വെച്ചിരിക്കുക. അതാണ് ക്രിസ്തു ചിന്തിച്ച പോലെ ചിന്തിക്കുക. അതാണ് ആത്മാവിൽ ചിന്തിക്കുക. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഏത് സാഹചര്യത്തിലും, സഭയിലല്ല, ഇന്ന് വീട്ടിൽ ചെല്ലും ആ പ്രതിസന്ധി വരുമ്പോൾ, ആരോ വേണ്ടാത്തത് പറയുമ്പോൾ അവിടെ യേശുവിൽ ചിന്തിക്കുക. ഏത് പ്രതിസന്ധി കണ്ടാലും കർത്താവ് നെഗറ്റീവ് പറയൂ. ബാല മരിച്ചു, ഷോ കർത്താവ് വെക്കത്തില്ല, ഉറങ്ങുന്നേ ഉള്ളൂ. അതാണ് സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന തലയോളം വളരും. സത്യം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ട ഉള്ളത് പറയാന്നല്ല, കാണാത്ത ഉള്ളത് പറയാന്ന്. പിടികിട്ടുന്നുണ്ടോ? കണ്ട ഉള്ളത് പറയുന്നതാണ് വസ്തുത. എന്നാൽ ഇതാണ് സത്യം, വചനം. അതിനകത്ത് വെളിപ്പെടുത്തിയത് ഞാൻ പറയും. ഒരു വ്യക്തി ആത്മീയമായി വളർന്നു എന്ന് പറയുന്നത് എത്ര വർഷമായി എന്നുള്ളതല്ല, പ്രസംഗിച്ചു എന്നുള്ളതല്ല. He will start to live on truth. ഏതിൽ ജീവിക്കാൻ തുടങ്ങും? സത്യത്തിൽ. സത്യം എന്ന് പറഞ്ഞാൽ കാണുന്നതല്ല അല്ല. വിഷയമാണ്, അതാണ് അതിൽ സത്യം. അത് വസ്തുത മാത്രം, സത്യമല്ല. സത്യം വിഷയമല്ലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവിന് എപ്പോഴും പറയാൻ ഒറ്റ വാക്കുകൾ, ഭയപ്പെടേണ്ട. അങ്ങനെ പറയാൻ പറ്റിയ ഏത് പ്രതികൂല സാഹചര്യത്തെ നോക്കി എന്തോ പറയും? വളർന്ന ഒരു വ്യക്തി ഏത് തന്നെ പറയും? ഏത് നെഗറ്റീവ് സാഹചര്യത്തെയും പുള്ളി എന്തായിട്ട് കാണും? പോസിറ്റീവായിട്ട് കാണും. കാരണം സത്യമാകത്തിരിക്കുന്നു. ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നമാണെന്ന് പറയുന്നല്ല. ഇരുളിനെ നോക്കി യേശു എന്താ പറഞ്ഞേ? ഇരുട്ടാണ് എന്നല്ല, പിന്നെ വെളിച്ചമുണ്ടാകട്ടെ. സത്യം സംസാരിക്കുക. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. ഇരുട്ടാണ് എന്ന് പറയുമ്പോൾ നീ ശിശുവാണ്. പിന്നെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നീ സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്ന വ്യക്തിയായി മാറി. ചേർന്ന് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ. അതാണ് കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അടുത്ത വാക്യം. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് നാം അറിയുന്നു. യേശുവിനെ പൗലോസ് കണ്ടപ്പോൾ എങ്ങനെ ഇരുന്നു? നട്ടുച്ചയ്ക്ക് സൂര്യന്റെ വെളിച്ചത്തെ ഒരു മെഴുകുതിരി പോലെ ആക്കുന്ന പോലെ അതിഭയങ്കരമായ പ്രഭ. അതെങ്ങനെ വർണ്ണിക്കും? സൂര്യവെളിച്ചം ഒന്നുമില്ലാത്തതായി പോകത്തക്കവണ്ണം ഉദിച്ചൊരു സൂര്യൻ പോലെ അതിന്റെ മധ്യത്തിൽ അവൻ കേട്ടത്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നെന്ന്. അത്രയും പ്രകാശത്തിലാണ് യേശു ഇരിക്കുന്നത്. അതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അവൻ പ്രത്യക്ഷനാവുമ്പോൾ നാമും അതുപോലെ തന്നെ ആകും. ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം, ഈ ശരീരം രൂപാന്തരപ്പെടും. ഈ വസ്ത്രം ആവശ്യമില്ലാതാവും. പിന്നെ ഒരു വെളിച്ചങ്ങളായി മാറും. ആദമും ഹവ്വയും എല്ലാം വെളിച്ചങ്ങളായിരുന്നു. നിങ്ങൾ ലോകത്തിന്റെ. ഇന്ന് ആ വെളിച്ചം എവിടെ വന്നു? നമ്മുടെ ആത്മാവിൽ. യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആത്മാവ് വെളിച്ചത്തിലായി, ബോൺ അഗെയിനായി, ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു, വീണ്ടും എടുക്കപ്പെട്ടു. ഒറിജിനൽ ഗ്ലോറി എൻ്റെ ആത്മാവിൽ വന്നു. കർത്താവ് വരുമ്പോൾ നിങ്ങളും ഞാനും ഒരു ജ്യോതിർഗോളമായി മാറും. വെറും ഗോളമല്ല,
വ്യക്തിത്വങ്ങൾ. ഇന്ന് എൻ്റെ മനസ്സിനെ ഓരോ ദിവസവും ഞാൻ വീണ്ടെടുത്തുകൊണ്ടിരിക്കുക. ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുന്ന ഇന്ന് മനസ്സിലാണ് വെളിച്ചം വരേണ്ടത്. കൈകൊടുത്ത് പറഞ്ഞാട്ടെ. എന്താണ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ? വെളിച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പ്രോസസ്സാണ് വീണ്ടെടുപ്പ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. മനുഷ്യനെ വെളിച്ചത്തിലേക്ക് തിരികെ, ഇരുട്ടിൽ നിന്ന് എങ്ങോട്ട്? അന്ധകാരത്തിൽ നിന്ന്. ഇപ്പൊ നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന പ്രകാശം മാർവലസ് ലൈറ്റാ. അത് വെച്ചോണ്ടായി പൊട്ടച്ചൊല്ലും കളിവാക്കും താഴ്ന്ന കാര്യങ്ങളും പറയുന്നവരായി നമ്മൾ തീരുകയാണ്. മാർവലസ് ലൈറ്റ്. അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ വെളിച്ച രാജ്യത്തിൽ അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുക. നമ്മുടെ ഹൃദയം ഇപ്പോൾ പ്രകാശിച്ചിരിക്കുക. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാ യേശു. യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. ഉറക്കെ പറ, പ്രകാശിക്കുന്നു. അപ്പൊ നമ്മുടെ അകത്ത് ഇപ്പൊ എന്ത് ചെയ്യുക? സൂര്യൻ ഇങ്ങനെ നിൽക്കുക. ഓരോ ദിവസവും വചനം കേട്ട് നമ്മുടെ മനസ്സിന്റെ ഭാവങ്ങളെ, പഴയ മനുഷ്യന്റെ ചിന്താഗതികളെ മാറ്റും തോറും നമ്മുടെ ഈ ലോക ജീവിതവും പ്രകാശിതമാവും. അല്ലെങ്കിൽ എന്നും കൊന്നും കരഞ്ഞും ആടിയല്ല അല്ലലിയോ ഒക്കെ പറയും, പക്ഷെ വായെടുത്താൽ വേണ്ടാത്തേ പറയത്തുള്ളൂ. വെളിച്ചമില്ല. എവിടെ വെളിച്ചം വന്നിട്ടില്ല? മനസ്സിൽ, ചിന്താഗതിയിൽ, ആറ്റിറ്റ്യൂഡിൽ. അത് ഞാൻ ചെയ്യണം. ഓരോ ദിവസവും മനസ്സ് പുതുക്കി ക്രിസ്തുവിനെ പോലെ ആകണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഭാരവും പാപവും ഒക്കെ വിട്ട് ഉൾവെളിച്ചം. ചിന്താഗതിയിൽ വെളിച്ചമുണ്ടെങ്കിൽ വായിലും വെളിച്ചം വരും. ചിന്തിക്കുന്നത് വെളിച്ചത്തിലാണെങ്കിൽ എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതിനെക്കുറിച്ച് ഓരോ ദിവസവും ഞാൻ പ്രകാശത്തിലാകും ഈ ലോകത്തിൽ. പുതിയ നിയമ ശുശ്രൂഷയാൽ കൊണ്ടാണ് പുതിയ നിയമ ശുശ്രൂഷയെ കുറിച്ച് പറയുന്ന 2 കൊരിന്ത്യർ 3 ഒടുവിൽ പറയാണ്, അങ്ങനെ നാം തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കും. അത് ഏത് ഭാഗമാണ്? എൻ്റെ മനസ്സ്. ഉറക്കെ പറ. ഈ ലോകത്തിൽ വെച്ച് എന്ത് ചെയ്യാണ്? തേജസ്സിന്റെ മേൽ തേജസ്. ഇന്നലത്തെക്കാൾ കുറച്ചുകൂടെ എൻ്റെ സ്വഭാവം നല്ലതായി. ഇന്നലത്തെക്കാൾ കുറച്ചുകൂടെ പ്രതിസന്ധികൾ കാണുമ്പോൾ പതറാത്ത വ്യക്തിയായി. ഇന്നലത്തെക്കാൾ കുറച്ചുകൂടെ പ്രതിസന്ധികളിൽ വായെടുത്ത് ഹല്ലേലൂയ പറയുന്ന വ്യക്തിയായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചു. ഇന്നലെ എനിക്ക് അവരോട് ഭാരമായിരുന്നു. ഇന്ന് അയ്യോ അവർക്കിത് അറിയില്ലല്ലോ, ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന തേജസ്സിന്റെ മേൽ തേജസ്. ഉറക്കെ പറ. അപ്പൊ ഇന്ന് നമ്മളെ മനസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അഥവാ ദേഹി തേജസ്സിന്റെ മേൽ തേജസ്. എന്നാൽ അവൻ പ്രത്യക്ഷനാവുമ്പോൾ നമ്മുടെ ശരീരം കൂടെ എന്ത് ചെയ്യും? വീണ്ടെടുക്കപ്പെടും. അതിനാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. എന്താണ്? അതുകൊണ്ടാണ് റോമാലേഖനം പറഞ്ഞത് ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി നാം കാത്തിരിക്കുന്നു. ഉറക്കെ പറ, ശരീരം വീണ്ടെടുക്കപ്പെടാൻ ഞാൻ കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം പറയുന്നത്, നിങ്ങൾ ആരോടും ഒരു വേണ്ടാത്ത പോലും മനസ്സിൽ വെക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കും. എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെടും. ഈ ലോകത്തിൽ ലൂക്കോസ് 21 പറയാം, അന്ത്യകാല സംഭവങ്ങൾ, പ്രതിസന്ധികൾ, ഇന്ന് എന്തെല്ലാം വാർത്തകളാ കേൾക്കുമ്പോൾ ലോകത്തിലെ ജാതികൾക്ക് നിരാശയും പരിഭ്രമവും ഉണ്ടാവും. നിങ്ങളോ നിങ്ങളുടെ വീണ്ടെടുപ്പ് നാൾ അടുത്തതിനാൽ നിവർന്ന തല ഉയർത്തുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയെയും വീണ്ടെടുക്കപ്പെട്ട മനസ്സോടെ നേരിട്ടാൽ നിങ്ങൾക്ക് അതിജീവിക്കാം. വല്ലതും പിടി കിട്ടിയോ? നിങ്ങളൊന്നും ഭയപ്പെടുന്ന, നിങ്ങൾ ആകുല ചിന്തപ്പെടുന്ന ഏത് പ്രശ്നം ആയിക്കൊള്ളട്ടെ, കടമാകാം, ജപ്തിയാകാം, മനുഷ്യരുടെ വിഷയമാകാം, അതിനെ കുറ്റം പറഞ്ഞും ഭാരപ്പെട്ടും വീണ്ടെടുക്കപ്പെടാത്ത മനസ്സോടെ അതിനെ നേരിട്ടാൽ അത് നിന്റെ തലയിൽ കയറും. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മനസ്സോടെ, യേശുവിൻ്റെ മനസ്സോടെ, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് പറഞ്ഞ മനസ്സോടെ ആ പ്രശ്നം എൻ്റെ തലയിൽ കയറത്തില്ല, ഞാൻ അതിലൂടെ കടന്നു പോകും എന്ന ഉറപ്പോടെ, ക്രിസ്തുവിൻ്റെ മനസ്സോടെ, ആരോടും പരിഭവമില്ലാതെ ആ വിഷയത്തെ ഒന്ന് നേരിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം താഴോട്ട് 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 പോകും. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. എന്തായിരുന്നു പ്രയാസം?
3 മാസമായിട്ട് ഈ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു, പൊക്കാൻ മേലായിരുന്നു. അതുകൊണ്ട് ഞാൻ താമസിച്ച് വന്നു. ഇന്ന് ഇപ്പം കൈ പൊക്ക യേശു മാറ്റി തന്നു. എന്തുവായിരുന്നു പറ്റിയേ? കൈക്ക് കുഴയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു 3 മാസമായിട്ട്. ഞാൻ കുഴമ്പൊക്കിട്ട് തേക്കുമായിരുന്നു. അപ്പോൾ സിൽക്കോണിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഡോറ് തട്ടി തുറന്നപ്പോൾ ഇങ്ങനെ തട്ടി വേദന എടുത്ത് 3 മാസമായിട്ട് ഇങ്ങനെ ഭയങ്കര വേദന. എന്നും രാവിലെ കുഴമ്പ് ഇത്രയും പൊങ്ങുകയില്ലായിരുന്നു. ഇപ്പം അത് മാറി, കുഴപ്പമില്ല. കർത്താവ് സൗഖ്യമാക്കിയതിനായി കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കണ്ണിന് കാഴ്ച കുറവായിരുന്നു, മൂക്കിൻ്റെ ഇവിടെ വേദന ഉണ്ടായിരുന്നു, എല്ലാം ഇപ്പത്തിന് സൗഖ്യമായി. ഇപ്പൊ കണ്ണ് വ്യക്തമായിട്ട് കാണാവോ? കാണാം, വ്യക്തമായിട്ട് കാണാം. 2 കണ്ണിനും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ദൂരക്കാഴ്ച കുറവായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം നല്ലത് കാണാം. എല്ലാവരും കാണാം. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കണ്ണിന് കാഴ്ച കൊടുത്ത കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ എന്തുവായിരുന്നു? 1 മാസം മുമ്പ് വീണായിരുന്നു. അപ്പോൾ കൈക്ക് നീരായിട്ട് ഒരാഴ്ചയായിട്ട് ലീവ് എടുത്തിരിക്കുമായിരുന്നു, ജോലിക്കൊന്നും പോകാതെ. ഇപ്പം കർത്താവിനെ സൗഖ്യമാക്കി. എൻ്റെ കൈ ഇങ്ങനെയൊന്നും തിരിക്കത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം എല്ലാം തിരിയത്, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ സ്ലിൻഡ് ഇട്ടുകൊണ്ടാണ് വന്നത്. ഇത് ഇട്ടുകൊണ്ടാണ് വന്നത്. ഇപ്പം അതെല്ലാം സഹോദരി ഊരി പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുക. ഒന്നൊന്ന് അനക്കി കാണിച്ചു. എൻ്റെ കൈ ഇപ്പം നല്ലതായിട്ട് വഴങ്ങാൻ പറ്റും. ഇങ്ങനെയൊന്നും അനക്കത്തേ ഇല്ലായിരുന്നു, ഒരാഴ്ചയായിട്ട് അനങ്ങാതെ ഇരിക്കുമായിരുന്നു. പക്ഷേ കർത്താവ് കൊടുത്ത വിടുതലിനായി ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. സിസ്റ്റർ സൗഖ്യമായത് എന്താ? കയ്യിലൊരു കഷത്തിലൊരു മുഴയുണ്ടായിരുന്നു. ബ്രദർ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ കാര്യം ഓർത്തത്. ഇപ്പം നോക്കിയപ്പോൾ ഇല്ല. ഇപ്പം നോക്കിയപ്പോൾ അതവിടെ ഇല്ല. കക്ഷത്തിനകത്തുണ്ടായിരുന്ന ആ മുഴ എത്ര നാളായിട്ടുണ്ടായിരുന്നു? എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതലുള്ള ഓർമ്മ വെച്ച നാൾ. അപ്പം നല്ലപോലെ സ്പർശിച്ച് നോക്കിയോ? നോക്കി ഒട്ടുമില്ല. കരമടിച്ച് നമുക്ക് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ ശരീരം മുഴുവൻ വേദനയായിരുന്നു. കാലിൻ്റെ വെള്ള വരുന്നു, വേദനയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ആ ഗുളിക തിന്നാണ് വേദന മാറിയത്. ഇപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ മേലായിരുന്നു. ഇപ്പം ഇവിടെ വന്നപ്പോൾ ആരാധിച്ച് കഴിഞ്ഞപ്പോൾ ദേഹത്തിനെല്ലാം ഒരു സൗഖ്യം കിട്ടി, വേദനയെല്ലാം മാറി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ച് കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ കൂട്ടായ്മയിൽ വർദ്ധിച്ച്, മാത്രമല്ല മറ്റുള്ള ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിച്ച്, എല്ലാവരോടും സമാധാനം ആചരിച്ച്, ഈ ലോകത്തിൽ ഒന്നിന്മേലും ഒരു പിടി വെക്കാതെ, ഞാനൊരു അന്യനും പരദേശിയുമാണ്, എനിക്കിവിടെ ചെയ്തു തീർക്കാനുള്ള ദൗത്യം തീർത്ത് പോകാനുള്ളവന്, ഇതെൻ്റെ മൺകൂടാരം മാത്രമാണ്, എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ വ്യക്തിത്വം, കർത്താവിനോട് ചേരാൻ പോവുക. ഈ ലോക സംഭവങ്ങളൊക്കെ കണ്ട് പതറിപ്പോകാതെ പ്രത്യാശയിൽ വർദ്ധിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, ലോകത്തിലെ സംഭവങ്ങളെല്ലാം അങ്ങയുടെ വരവ് ഏറ്റവും അടുത്താണെന്ന് ഞങ്ങളെ ഓർപ്പിക്കുമ്പോൾ അങ്ങയുടെ വരവിനായി കാത്തിരിക്കുവാൻ, കർത്താവേ, ലോകത്താലുള്ള മോഹം വിട്ട് ലോക വഴികളിൽ പെട്ടുപോകാതെ ആ മണവാളനെ കാത്തിരുന്ന കന്യകുമാരെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തിച്ച് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. നീ ഞങ്ങൾക്കായി വേഗം വരുന്നതിനായി സ്തോത്രം. കർത്താവിൽ ലോകത്ത് സമാധാനമില്ല, യുദ്ധശ്രുതികൾ നിറഞ്ഞിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരം ഈ ലോകത്തിലേക്ക് നീട്ടുകയും അനേകരെ ഈ രക്ഷയിലേക്ക് നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ, ക്രിസ്തുവിന് മതത്തിൻ്റെ അല്ല എല്ലാവരുടെയും കർത്താവാണെന്ന് തിരിച്ചറിയുവാൻ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ രക്ഷയിലേക്ക് നടത്തണമേ. കർത്താവ്, ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അനേക വ്യക്തികൾക്ക് അവരുടെ വ്യക്തിപരമായി ഇന്ന് പല ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിന്മേലെല്ലാം കർത്താവിൻ്റെ വിടുതലയക്കണം. രോഗികൾ സൗഖ്യമാകട്ടെ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അത്ഭുതം നടക്കട്ടെ. അപ്പോൾ തന്നെ ഈ ലോക ജീവിതത്തിൽ തളരാതെ ഉപജീവന ചിന്തകളാലും ഈ ലോക വിഷയങ്ങളിലും ആ ദിവസം കണിയാകാതെ ഈ ലോക സംഭവങ്ങളിൽ കർത്താവിനോട് ചേർന്ന് ജയമെടുത്ത് വരവിനായി നോക്കി ജീവിക്കുവാൻ സഹായിക്കണം. അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. വിവരങ്ങൾ ഉടനെ സ്ക്രീനിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.